ശ്രീരാമ രാമ രാമ ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വഹരത്നദീപം മാജാനബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അങ്ങനെ ഇന്നലെ ഭഗവാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായത്. സീതാവല്ലഭനായിട്ട് വരുന്നതൊക്കെ ഇന്നലെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ ദേവീനെ കട്ടുകൊണ്ടതൊക്കെ ഇന്നലെ പറയുണ്ടായില്ലേ, ഉണ്ടായി. നാലുദിക്കിലും നാനാവാനരപ്രവരന്മാർ കാലേ പോയി അന്വേഷിക്ക ജാനകി ദേവി തന്നെ. അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അങ്കദാദികളോടും തെക്കൊട്ടു നടകൊണ്ടാർ. പാതാളം തന്നിൽ സ്വയം പ്രഭയെ കണ്ടുകെട്ടി പ്രീതന്മാരായി ചെന്നു വാരിധി തീരം പൊക്കാർ. സമ്പാതിവാച സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ. എല്ലാം ഭഗവാനോട് ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അറിയാത്തതുപോലെ പുതിയൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഭഗവാൻ ഇങ്ങനെ തുതിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പറയുന്നു. അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ പമ്പാതീരത്ത് വെച്ചിട്ട് വായുപുത്രനെ കാണലുണ്ടായില്ലേ, അപ്പം അദ്ദേഹം സുഗ്രീവനെ കാട്ടിത്തന്നില്ലേ, അവിടുന്ന് അഗ്നിസാക്ഷിയായി സത്യം ചെയ്യിപ്പിച്ചില്ലേ, അങ്ങനെ ചാതുർമാസം ഇരുന്നില്ലേ, നാലൊരിക്കലും വാനരന്മാരയക്കുന്ന സമയത്ത് അങ്ങേക്കറിയാലോ ഇത് അഞ്ജനയും പോകുന്ന ഭാഗത്താണ് ദേവി ഉള്ളതെന്ന്. അത് ഒന്ന് രണ്ടാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാണ്ട് ഭഗവാനെ തന്നെ അറിയുകയും ചെയ്യാം. അങ്ങനെ വായുപുത്രൻ്റെ കയ്യിൽ മോതിരം അങ്കുലീയം കൊടുത്തു. എന്നിട്ട് അവരിങ്ങനെ നടന്ന് സീതാദേവിനെ കാണാതെ സങ്കടപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു ഗുഹ കണ്ടു. അതിനകത്ത് കടന്നു. അവിടെ സ്വയം പ്രഭയെ കണ്ടുകിട്ടി. അവിടുന്ന് ഭക്ഷണം കുളിയും കുറിയും എന്ന് പറഞ്ഞ പോലെയൊക്കെ കഴിഞ്ഞ് സമുദ്രതീരത്തെത്തി. സമ്പാദി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ജാമ്പവാൻ ശൗര്യം കൂട്ടിക്കൊടുത്തു അരിക്ക് ആഞ്ജനേയ സ്വാമിക്ക്. അപ്പോൾ വാരിധി ചാടിക്കടന്നാശുലങ്കയിൽ ചെന്നു താരിൽ മാതിന് തിരുവാഴിയും കൊടുത്തവൻ ചൂടാരത്നവും വാങ്ങി ഉദ്യാനഭംഗം ചെയ്തു പ്രൗഢതയോടും ഉടൻ പോരിന് നേരിട്ടൊരു രക്ഷോ വീരന്മാരെയും രാവണ തനയനാം അക്ഷകുമാരനെയും കൊന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചു വാരാർനിധിയും കടന്നുടൻ തുഷ്ടിപുണ്ടങ്കദാദി വാനരന്മാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയെന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശേഷം ചെയ്തു ഗാഠം പരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥ ജയ. അങ്ങനെ ഹനുമാൻ സ്വാമി ആ വാരാർനിധിയും ചാടിക്കടന്ന് ദേവീനെ കണ്ട് ആ അങ്ങയുടെ മോതിരം അങ്കുലിയം കൊടുത്തു. അവിടുന്ന് ചൂടാരത്നം വാങ്ങിയിട്ട് അവിടുത്തെ ഉദ്യാനമൊക്കെ തച്ച് തകർത്ത് പൊടിച്ച് അങ്ങനെ വന്ന രാക്ഷസ വീരന്മാർ കുറേ ആൾക്കാർ വന്നു. അവരൊക്കെ കൊന്നു. പിന്നെ ആ രാവണന്റെ ഇളയപുത്രൻ അക്ഷകുമാരനെയും കൊന്നു. പിന്നെ രാവണനെ കണ്ടിട്ട് വൃത്താന്തൊക്കെ പറഞ്ഞു. ലങ്കയിലും ചുട്ട് പൊട്ടിച്ചു വാരാനിധി അതുപോലെ ചാടിക്കടന്ന് അങ്കദാദി വാനരന്മാരുമായിട്ട് വന്നിട്ട് ദേവിയെ കണ്ടു എന്നല്ല പറയുന്നത്. അതെവിടെയാന്നൊരു പ്രത്യേകത നമ്മൾ നോക്കേണ്ടത്. കണ്ടേൻ ദേവിയെ കണ്ടു എന്നുള്ളതാണ് ആദ്യം കൊടുത്ത സൂചന. ദേവിയെ കണ്ടു ഞാൻ സാധാരണ വർത്താനത്ത് അങ്ങനെയല്ല, കണ്ടേൻ ദേവിയെ എന്നാണ് പറയുന്നത്. ആ ഒരു പരമാനന്ദത്തിൽ മുഴുകിയിട്ടുള്ള ഒരു വാക്ക്. അപ്പൊ കെട്ടിപ്പിടിച്ച് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടില്ലേ ആ മാരുതിനെ. അങ്ങനെയുള്ള ഭഗവാനെ
സുമുഹൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിനു പുറപ്പെട്ട രാഘവാജയ ദക്ഷിണ സമുദ്രത്തിനുത്തര തീരം പുക്കുരക്ഷോനാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥൻ എന്നഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയ വരുണൻ വഴി നൽകാഞ്ഞളവു വില്ലും വാങ്ങി ശരവും കൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ നളനെ കൊണ്ടു ചിറകെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്നു വരുണൻ ചൊന്ന ശേഷം രാമനാഥനെ പ്രതിഷ്ഠിച്ച അനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറതന്മേൽ മർക്കടപ്പടയോടും അക്കരെ കടന്നുടൻ രക്ഷോനായകൻ തന്നെ കൊന്ന രാഘവാജയ. അപ്പോ ദേവീനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നീട് നല്ലൊരു മുഹൂർത്തം നോക്കി എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പം സമുദ്രം വഴി തരാതിരിക്കുമ്പോഴത്തേക്കും ദേഷ്യം എന്ന് പറച്ചു. ഭഗവാനി ഇപ്പം നിന്നെ ഞാൻ ഭസ്മാക്കെന്ന് പറഞ്ഞ സമയത്ത് അതെങ്ങനെ പൊയ്ക്കോ എന്ന് പറഞ്ഞു വഴി മാറിക്കൊടുത്തു. ചിറകെട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നളനെ കൊണ്ട് ചിറകെട്ടിച്ച ഭഗവാനെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചിറകെട്ടി ആര് നളൻ നല്ലൊരു എഞ്ചിനീയറാണ് ആ കാലത്ത് ആ നളൻ. അങ്ങനെ ചിറകെട്ടി അതിലൂടെ മർക്കടപ്പടയോടും കൂടി അക്കരയൊക്കെ കടന്ന് രക്ഷോനായകനായ രാവണനെ കൊന്ന ഭഗവാനെ തൽക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശൻ എന്നു രക്ഷോ വീരന്മാരോടും വാഴിച്ച നാഥാജയാഗ്നിയിൽ മുഴുകി വന്നൊരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു രാഘവാജയ സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദി ഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാൽ ശേഷം ചെയ്തൊരു രാഘവാജയ. അങ്ങനെ രക്ഷോനായകനെ രാവണനെ കൊന്ന് അനുജനായ സുഗ്രീവനെ ലങ്കേശനായിട്ട് വാഴിച്ച ഭഗവാനെ പിന്നീട് അഗ്നി പരിശുദ്ധ ആണ് എന്ന് കാണിക്കേണ്ട സൂത്രത്തില് എന്താ ശരിക്കുമില്ല ജാനകി ദേവിയെ അഗ്നി ഭഗവാനെ ഏൽപ്പിച്ചിട്ടാണല്ലോ മായാസീതനെ പുറത്ത് നിർത്തിയത് രാവണൻ വരുമ്പോ. അപ്പൊ ഇതിപ്പോ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശുദ്ധയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അഗ്നിയിൽ ഈ മായാസീത തുള്ളി ശരിയായ സീത ഇങ്ങോട്ട് വന്നു. ആ സീതയെ പരിഗ്രഹിച്ച ഭഗവാനെ പിന്നീട് എല്ലാവരോടും സോദരനോടും നിശാചരന്മാരോടും വാനരപ്പടയോടെല്ലാം കൂടി വൈദേഹിയോടും കൂടി പുഷ്പകത്തിൽ കയറിയേറി നന്ദിഗ്രാമത്തിൽ വന്ന് അനുജനായ ഭരതനെ കണ്ട് കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ച ഭഗവാനെ താപസ നിശാചര വാനരപരരോടും താപങ്ങളകന്നൊരു സോദര വീരരോടും ഭൂദേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകം ബുക്ക് അഭിഷേകവും ചെയ്തു ബന്ധുവർഗത്തോടും ചെന്നഭിമോദേന രാജ്യം പാലിച്ച നാഥാജയ. അങ്ങനെ എല്ലാ താപസന്മാരോടും വാനരന്മാരോടും രാക്ഷസന്മാരോടും രാജ്യവാസികളോടും ഒക്കെ വൈദേഹിയോടും കൂടി അയോധ്യയിലേക്ക് പോയി അവിടെ അഭിഷേകം ചെയ്തിട്ട് രാജ്യം പരിപാലിച്ച ഭഗവാനെ കുംഭസംഭവൻ പറഞ്ഞൻപോട് നിശാചര സംഭവമെല്ലാം അറിഞ്ഞൊരു രാഘവാജയ മൈഥിലി തന്നെ അപവാദശങ്കയാ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാജയ സ്വർണം കൊണ്ട് അവളുടെ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥാജയ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് സന്തോഷമായിട്ട് വാടുന്ന സമയത്ത് വന്നുവല്ല വീണ്ടും ഒരു ദുഷ്പേര്. ഒരു കൊല്ലം രാവണന്റെ കൊട്ടാരത്തിൽ ഇവർക്കറിയില്ലല്ലോ കാര്യങ്ങള്. അവിടെ താമസിച്ചാൽ എന്ത് വിചാരം കൊണ്ട് ഈ രാമൻ സ്വീകരിച്ചത് എന്നൊരു അലക്കുകാരൻ പറഞ്ഞു എന്ന് കേട്ടിട്ട് സീതേന ഗർഭിണിയായ സീതേന അപവാദം പേടിച്ചിട്ട് കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ട് സങ്കടം ഉള്ളിൽ വെച്ചിട്ടിരുന്ന ഭഗവാനെ എന്നിട്ട് സ്വർണം കൊണ്ട് സീതാദേവിനെ ഉണ്ടാക്കിച്ച് അങ്ങനെ യാഗങ്ങൾ ചെയ്തിട്ട് കീർത്തി വർദ്ധിപ്പിച്ച നാഥ.
അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു, ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥ ജയ. വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്ത സന്തോഷം പൂണ്ടു വസിച്ച നാഥ ജയ. അപ്പൊ അമ്മമാര് മരിക്കുകയുണ്ടായി. അപ്പൊ അവർക്ക് അവരുടെ ശേഷക്രിയകളൊക്കെ ചെയ്തു, വേണ്ടുവോളം എല്ലാവർക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. ആ കുട്ടികൾ സ്വന്തം മക്കളായ കുശലവന്മാര് പാടിയ രാമായണം കേട്ട് സന്തോഷം പൂണ്ടിരുന്ന ഭഗവാനെ, സത്യത്തെ രക്ഷിപ്പാനായി സൗമ്യത്തിൽ തന്നെ ത്യജിച്ചത്രയും ദുഃഖത്തോടെ വസിച്ച നാഥാജയ. മൈഥിലീ തനയന്മാരാകിയ കുശലവന്മാരെയും ഓരോ ദിശി വാഴിച്ച നാഥ ജയ. സോദരാമത്യനിശാചരവാനരോടും സാദരമയോധ്യാവാസികളാം അവരോടും വന്യ സരയൂ തീരത്തിങ്കലിതു കാലം നിന്നരുളുന്ന രാമ രാഘവ ജയ ജയ. അങ്ങനെ കുട്ടികളെ സ്വന്തം മക്കളെ ഓരോരോ ദിക്കില് വാഴിച്ചു. അങ്ങനെ സഹോദരന്മാരെ മക്കളെയൊക്കെ ഓരോരോ ദിക്കില് വാഴിച്ച് സഹോദരന്മാരോടും അമാത്യന്മാരോടും അയോധ്യവാസികളോടും കൂടി വന്നിട്ട് ഇതാ ഇപ്പോഴും ഈ സരയൂ തീരത്തിങ്കിൽ നിൽക്കുന്ന ഭഗവാനെ ജയിച്ചാലും 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 എന്ന് പറഞ്ഞു സ്തുതിക്കുന്നു. ബ്രഹ്മാവ് സ്തുതിക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനെ സ്തുതിച്ചു ബ്രഹ്മാവ്. നമസ്തേ രാമ രാമ നമസ്തേ സീതാപതി നമസ്തേ രഘുപതി രാവണാന്തക ഹരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനേകനായക കൃപാനിധേ പരമാനന്ദ മൂർത്തേ നമസ്തേ പരാത്മനെ പരബ്രഹ്മമേ പരംപുരുഷ നമോസ്തുതേ. ചതുരാനന നിധി സ്തുതി ചെയ്തൊരു നേരം മധുരസ്ഫുടാക്ഷരമരുളി ചെയ്തു ദേവൻ. അദ്ദേഹത്തിന്റെ സ്തുതിയൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കേട്ടു. യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇതൊക്കെ കേട്ടിട്ടാകുമ്പം ഭഗവാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്നോടുകൂടി പോരും ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നത് കേട്ടു വിധാത അവരു ചെയ്തിടിനാൻ വർണ്ണിഹ. സരയുവിൽ മുഴുകിയിടുവിനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്കു കാരണമാം വാനവരോടു ചെന്നു ചേർന്നിതു സമസ്തരും. മറ്റുള്ള ജനങ്ങളും അന്നേരം സരയുവിൽ തെറ്റെന്ന് മുഴുകിപ്പോയി ദിവ്യവേഷത്തെ പൂണ്ടാർ. അപ്പം ഭഗവാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരുന്നവർക്കൊക്കെ ദേവലോകം കൊടുക്കണം എന്ന് പറഞ്ഞു. ദേവന്മാരാണല്ലോ ഈ കുരങ്ങന്മാരും എല്ലായിട്ട് ഭഗവാനെ സേവിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ അവരവരുടെ കാരണത്തിൽ തന്നെ ചേരണല്ലോ. ഇപ്പൊ പറഞ്ഞു എല്ലാവരും വന്ന് സരയൂ നദിയിൽ മുങ്ങിയാല് അവരെ ഞാൻ ഓരോരോ അവരുടെ സ്വർഗലോകത്തിലേക്ക് എത്തിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും പോയിട്ട് സരയൂല് മുങ്ങി. എല്ലാരും ദിവ്യ വേഷത്തെ കൊണ്ടു. എല്ലാരും ദേവന്മാരായി. പൂർവദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും ബുക്കാർ സമസ്ത ജനങ്ങളും. വിഷ്ണുമൂർത്തിയും അനുജന്മാരോടൊരുമിച്ചു വിഷ്ണുലോകവും ബുക്കാൻ അമരന്മാരുമായാർ. മാനുഷർ നിശാചർ പക്ഷികൾ മൃഗങ്ങളും വാനരർ പിപീലികാജാതികളാദിയെല്ലാം രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും ബുക്കു സുഖിച്ചതെല്ലാവരും. ദേവകൾ സനകാദിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മീ ദേവി തന്നോടും ഭൂമിയോടും. എല്ലാവരും അവരവരുടേതായ ആ രൂപം പ്രാപിച്ചിട്ട് വൈകുണ്ഠത്തിലേക്ക് സ്വർഗലോകത്തേക്ക് പോയി എന്ന് പറയുന്നത്. അപ്പം ഭഗവാനും അനിയന്മാരും കൂടിയിട്ട് വിഷ്ണു ലോകത്തിലേക്കും പോയി. അത് ഇപ്പം മനുഷ്യന്മാര്, അതുപോലെ രാക്ഷസന്മാര്, പക്ഷികള്, മൃഗങ്ങള്, കുരങ്ങന്മാര്, പിപീലികാജാതികള് എല്ലാം അപ്പോൾ ആരാണോ ആ അയോധ്യയിലുണ്ടായിരുന്നത് ഒക്കെ ഭഗവാന്റെ കൂടെ എല്ലാവരും പോയി എന്ന് പറയുന്നു. ഒരാള് പോയിട്ടില്ല. ആരത്? ഒരു കുരങ്ങൻ. ഇവരെല്ലാം മുങ്ങിയിട്ട് പൊങ്ങുന്നുണ്ടോ നോക്കട്ടെ എന്നിട്ട് ഞാൻ മുങ്ങാന്ന് വിചാരിച്ചു. അതാണ് വിവിധൻ എന്ന് പറയുന്നത്.
ആ വാനരനാണ് പിന്നത്തെ യുഗത്തില് പിന്നെ വല്ലാത്ത ഒരു എന്താ പറയാ നിരാശാന്നരം പറയില്ലേ, അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ കുരങ്ങിന്. എന്തെല്ലാം വിക്രിയകൾ ചെയ്തുകൊണ്ടും ഗോപസ്ത്രീകളെല്ലാം കാണുമ്പോൾ കയറി പിടിച്ചുകൊണ്ടും അവർക്ക് പിറകു വശം വാല് പൊന്തിച്ച് പിറകു വശം കാണിച്ചു കൊടുക്കലും. അതിൻ്റെ കുരങ്ങന്മാർക്ക് അങ്ങനത്തെ ഒരു വൃത്തിയിട്ട കളിയുണ്ട്, വാല് പൊന്തിച്ച് ഇങ്ങനെ പിറകു വശം കാണിക്കും. അതങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മുടെ ആരാ ബലഭദ്രസ്വാമിയുടെ കൈ കൊണ്ടാണ് വിവിധൻ മരിക്കുന്നത് അടുത്ത യുഗത്തില്. ഒക്കെ എല്ലാരും പോയി. ദേവകേശനകാദി മുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മിദേവി തന്നോടും ഭൂമിയോടും യോഗേശൻ അനന്തനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ. രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോരെന്ന് നൂനം പാരല്ലുള്ള ജ്ഞാനികൾക്കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിയിടിനൻ. സജ്ജന ആനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം, ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട. രാമചന്ദ്രസ്വാമിയൻ മാനസേ വസിക്കണം, ശ്രീ മഹാലക്ഷ്മിയോടും അതിനു വന്ദിക്കുന്നേൻ. ഇങ്ങനെ പറഞ്ഞടങ്ങിയതിനാൽ കിളിമകൾ തിങ്ങിനെ ഭക്തി കൊണ്ടു വസിച്ചാരെല്ലാരുമേ. അങ്ങനെ എല്ലാവരും ഭഗവാന ദേവന്മാരും സനകാദി മഹർഷിമാരും എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്ന. ഭഗവാൻ അവിടെ സീതാദേവി മഹാലക്ഷ്മിയായിട്ടും രാമചന്ദ്രസ്വാമി മഹാവിഷ്ണുവായിട്ടും പള്ളിതൽപ്പത്തിൽ ഇങ്ങനെ യോഗനിദ്രയിലും പൂണ്ട് കിടക്കുന്ന സമയത്ത് അല്ല അങ്ങനെ കിടക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. പിന്നീട് എന്ത് പറഞ്ഞു? രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും എല്ലാവരും രാമനാമം ആരാണോ ജപിക്കുന്നത് ഭക്തിപൂർവ്വം രാമനാമം ജപിക്കുന്ന ജനങ്ങളൊക്കെ ശ്രീരാമന്റെ സായുജ്യം പ്രാപിക്കുന്നു പറയുന്നു. അങ്ങനെ ഈ ഭൂമിയിലുള്ള അജ്ഞാനികൾക്ക് അറിയുവാനാണ് ഞാൻ ഈ ശ്രീരാമചരിതം പറഞ്ഞു തന്നത് എന്ന് പൈങ്കിളി പെണ്ണ് പറഞ്ഞു. സജ്ജൻ എന്തായാലും ആനന്ദിച്ചിട്ട് എനിക്ക് അനുഗ്രഹം തരും, അതെനിക്ക് ഉറപ്പുണ്ട്. ദുർജൻ എന്തെങ്കിലും പറയട്ടെ, അത് ഞാൻ ബഹുമാനിക്കുന്നുമില്ല. അത് ഇനി എനിക്ക് എന്താ വേണ്ട വെച്ചാൽ ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയോടുകൂടി എൻ്റെ ഹൃദയത്തിൽ വസിക്കണം എന്നും പറഞ്ഞിട്ട് ആ പൈങ്കിളി പെണ്ണ് പക്ഷിയാണ് പറയുന്നത്. അത് നമ്മൾ നോക്കേണ്ട. ഒരു രണ്ടു കാലിൽ നടക്കുന്ന ഒരു മനുഷ്യനല്ല ഈ പറയുന്നത്. പക്ഷി. ആരെ പക്ഷി? ഈ നമ്മുടെ ഗ്രന്ഥകർത്താവ് കിളിമകളെ കൊണ്ടല്ലൊക്കെ പറയിപ്പിക്കുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറയിപ്പിക്കുന്ന ഒരു പക്ഷീനെ കിളീനെ കൊണ്ടാണല്ലോ. അതുകൊണ്ട് ആ പക്ഷിയാണ് ഇപ്പം ഇതെല്ലാം പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയോടുകൂടി എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഈ അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം എല്ലാവർക്കും അറിയാത്തവരില്ല എന്നല്ല, എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് ഞാൻ മുതിർന്നത്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഉത്തരരാമായണം വായിക്കാറുണ്ട്. എന്നാലേ ഭഗവാന്റെ മക്കളുടെ കാര്യവും പിന്നെ അനുജന്മാരുടെ മക്കളുടെ കാര്യവും അവർ ഓരോരിക്കൽ വാഴിച്ചതുമായ കഥകൾ, ഈ രാക്ഷസന്മാരുടെ ഉൽപ്പത്തിയും ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ ഉത്തരരാമായണം തന്നെ വായിക്കണം. ആരാ പറഞ്ഞു ഉത്തരരാമായണം വായിക്കാൻ പാടില്ല എന്ന്? ചിലവർ പറയുന്നു ഉത്തരരാമായണം വായിക്കാൻ പാടില്ല, മഹാഭാരതം വീട്ടിൽ വായിച്ചൂടോ കേട്ടോ, എന്തേ കലഹം എന്നോട് പറഞ്ഞേനെ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ രാമായണത്തിൽ കലഹമില്ല. അതല്ല, ഇത് കുടുംബകലഹമല്ലേ, കുടുംബക്കാരല്ലേ കലഹിക്കുന്നത്, അതുകൊണ്ട് മഹാഭാരതം വീട്ടിൽ വായിച്ചുകൂടാറുണ്ട്. ഞാൻ പറഞ്ഞു എന്നോട് ഈ പറഞ്ഞത് ഇവിടെ വെച്ചോ, ഇനി ഒരാളോട് ഈ വാക്ക് പറയാൻ പാടില്ല. നമ്മളെ പോലെയുള്ളവർക്ക് വായിക്കാനും പഠിക്കാനുമാണ് ഇങ്ങനെ സദ്ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ഇന്നത് വായിക്കാം ഇന്നത് വായിച്ചുകൂടാന്നില്ല, എല്ലാം താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഇനി ആരോട് ഇത് പറയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്ത്രീയോട്. എന്നോട് പറഞ്ഞാൽ ഒരാൾ. അതുമാതിരി ഈ അധ്യാത്മരാമായണത്തില് ഇത് ഉത്തരകാണ്ഡം വായിക്കാണ്ട് വെക്കേണ്ടതല്ല, അതും പാരായണം ചെയ്യണം. അതും പാരായണം ചെയ്ത് അതിലത്തെ കഥകൾ നമുക്ക് മനസ്സിലാവണ്ടേ. ഭഗവാൻ ഇപ്പൊ വൈകുണ്ഠം ആ
എല്ലാ കാര്യങ്ങളും അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ പിന്നെ രാജ്യഭരണം ഏറ്റെടുത്തതിന് ശേഷം ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ ഈ ഉത്തരരാമായണം തന്നെ വായിക്കണ്ടേ? അല്ലെങ്കിൽ കിരീടം വെച്ച് ഭഗവാൻ അടിയിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ട്. അത്രയല്ലേ നമുക്ക്, അത്ര അറിഞ്ഞാൽ പോരല്ലോ നമുക്ക്. അതുകൊണ്ട് ഉത്തരരാമായണം വായിക്കാം. ഇന്ന് ഞാൻ ഈ രാമായണം ഞാൻ എത്ര 64 ദിവസമാണ് തോന്നുന്നു, 64 ദിവസം കൊണ്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെയും അപാരമായ കാരുണ്യം കൊണ്ട്, എൻ്റെ കഴിവൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവൊന്നും ഇല്ല, ഞാനത് ഇടുന്ന് നിയോഗിക്കും. എൻ്റെ ഉണ്ണി പറയും ഇന്നത് ചെയ്തോന്ന്, ഞാനത് ചെയ്യും. അത്രമാത്രമേ ഇല്ല. ഈ നിമിഷം വരെ എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഉണ്ണി പറയുന്നു, ഞാൻ ചെയ്യുന്നു. അത് കൊണ്ട് അതിൽ ശ്രീരാമചന്ദ്രൻ ഒരുപാട് എന്നോട് വാരിക്കോരി അനുഗ്രഹം തന്നിട്ടുണ്ട്. അനുഗ്രഹം ഞാൻ ശിരസാവഹിച്ചു. എൻ്റെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു ആ ഉണ്ണിക്കണ്ണൻ്റെ സമീപത്തേക്ക് ഇരിക്കണേ എന്നിപ്പോൾ തത്തക്കുട്ടി പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാമായണം, അധ്യാത്മരാമായണം എന്ന ഈ മഹൽ ഗ്രന്ഥത്തിലത്തെ കഥകൾ എനിക്കാവും പോലെ ഞാൻ സജ്ജനങ്ങളുടെ മനസ്സിലേക്ക് എടുത്തു വെച്ച് തന്നു. നാളെ മുതൽ നമുക്ക് പറ്റുമെങ്കിൽ ആ ഉണ്ണിയുടെ അനുഗ്രഹം ഒരുപാട് ഇനിയും വർഷിക്കണം, അനുഗ്രഹ വർഷം. അതുണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ കൃഷ്ണായനം എന്നുള്ളൊരു നല്ലൊരു ആണ് ഭഗവാന്റെ കഥകൾ. ഗോലോകത്തിലെ കഥയാണ് വർണ്ണിക്കുന്നത്, വൈകുണ്ഠത്തിലല്ല. വൈകുണ്ഠത്തിന് മേലെയാണ് ഗോലോകം. അവിടെയാണ് ഈ രാധയും കൃഷ്ണനൊക്കെ. അവിടെ നിന്നാണ് ഈ വൃന്ദാവനം എടുത്തിട്ട് കൊണ്ടുവച്ചത്, ഗോലോകത്തിലുണ്ടായ വൃന്ദാവനം എന്നൊക്കെയാണ് അതിലത്തെ കഥകൾ. അപ്പോൾ അത് നാളെ മുതൽ പറ്റുമെങ്കിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് പറയാം, കേൾക്കാം, ആസ്വദിക്കാം എന്ന് ഒരു വാക്ക് തരുന്നതല്ല, പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ സജ്ജനങ്ങളുടെ പാദത്തിലും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദത്തിലും തൃപ്പാദ പത്മങ്ങളിലും ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൃപ്പാദ പത്മത്തിലും ഈ രാമായണത്തിലെ കഥകൾ സമർപ്പിക്കുന്നു. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം യദദ്യ രാമായണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം.